എടുക്കാനുള്ള പ്ലാനാന്ന് തോന്നുന്നു. അത് ഇടിക്കോ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ എന്ന് പറഞ്ഞാൽ തലേ ദിവസം. അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. കൊള്ളാം. ആ അതെ, ഉമ്മച്ചി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇനിയിപ്പോൾ ഞാനല്ല ഡ്രൈവർ, ആവശ്യം തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ ബൈ. ഒരു ഹായ് കൊടുത്ത്, ഒരു ഹായ് കൊടുത്ത്, ടാറ്റ കൊടുക്കടാ. അപ്പോൾ ഇതിനെൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ കൊണ്ടുവരാം. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ പോയിട്ടൊരു പടക്കം പൊട്ടിക്കൽ നടത്താനുള്ള പ്ലാനാണ്. അപ്പൊ ഇന്ന് പടക്കം പൊട്ടിക്കലാണ് കല്യാണ വീട്ടില്. അപ്പൊ ഇനി കല്യാണ വീട്ടിൽ കാണാം. കല്യാണ വീട്ടിലെത്തി. ഇനിയിപ്പോൾ കാറിലൊരു പൊട്ടിക്കലുണ്ടായിരുന്നു, അത് ഇപ്പോഴല്ല, കുറച്ചിറങ്ങിയിട്ട്. ഇടിച്ച് തെറിപ്പിക്കാനേ. ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം, വിഷ്ണുമായ ഓഡിറ്റോറിയം. ഇപ്പോൾ ഇവിടെയാണ് ഇന്ന് പരിപാടി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വരാം. കല്യാണച്ചക്കര 1 2 കളർ കോഡായിട്ടുണ്ട്. ഉഷാർ. അപ്പോൾ കല്യാണച്ചക്കന സ്റ്റേജിലേറ്റുള്ള പരിപാടി. ചെക്കൻ്റെ പരിപാടി. ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറ. കല്യാണ ചെക്കനപ്പോൾ അവിടെ ഇരിപ്പായി. ഇനിയിപ്പോ നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ? ചോദിച്ചിട്ടൊക്കെ ഇട്ടുണ്ട്. ഞാൻ ഫിലിം സ്റ്റാർ അല്ലേ? ഇനിയിപ്പോ ഇവിടെ വരത്തേന്ന് കറങ്ങിയെടുക്കാം. ചേട്ടാ ചേട്ടാ ഒരു ഫോട്ടോ എടുത്ത് തരൂ. കൈ തരാനല്ല, ഒരു ഫോട്ടോ എടുക്കാനാ പറഞ്ഞെ. ചേട്ടാ കല്യാണ ചെക്കന് മാത്രം ഫോട്ടോ എടുക്കല്ലേ, ഏട്ടാ എൻ്റെ കൂടി ഫോട്ടോ എടുക്ക്. ഇവന്മാരൊക്കെ എന്തെന്നു ശ്രദ്ധിക്കാത്ത. ഇനി ഇവന്റെ അടുത്ത് പോവാ. ഇവിടെ എന്നെ ശ്രദ്ധിച്ചല്ലോ. ഐഫോൺ ഉണ്ട് കാൻ്റെ. ഫോട്ടോ എടുക്കാനുള്ള വെയിറ്റിംഗ് ആണ്. എന്താ ചെയ്യാ? ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ. അപ്പോൾ ഒരു ബോഡി ഷോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിപ്പോൾ ആള് എണ്ണ തേച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ വരും. അപ്പോൾ ഞാൻ ബോഡി ഷോയിൽ വരുമ്പോൾ നമുക്ക് വീഡിയോ കാണിച്ചു തരാം. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽ. 3 കൊല്ലം അടുപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കരി ഇത് വെറുതെ അല്ല. ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. ജനകോടികൾ നമ്മെ കാപ്പായി മാറ്റിയ ജന്മഗൃഹമല്ലോ. കൂരകൾ തോറും നമ്മുടെ പണ്ടടങ്ങോർന്നിടിഞ്ഞു തോന്നുന്നു. അടിപതരാതെ ചെറിയ സാധനം കൂടി കാണിക്കാണ്ടല്ലോ. അത് ഇങ്ങനത്തെ പണ്ടാവില്ല. അവിടെ
അപ്പൊ ഇനി ഫുഡ് കഴിക്കുന്ന പരിപാടി. കിടിലൻ നെയ്ച്ചോർ ബീഫ്. നമ്മുടെ ചാനൽ ഫാമിലിയുടെ പരിപ്പറി കിട്ടി. അപ്പൊ പരിപ്പറി കൂട്ടി പിടിക്കാം. ഫുഡടി കഴിഞ്ഞു. ആളിത്തിരി കൊണ്ടായിരുന്നു കേട്ടോ. ഇടി ഉണ്ടാക്കാനുള്ള പ്ലാനാന്ന് തോന്നുന്നു. അത് ഇടിക്കോ ഇവിടെ പരിപാടി. എന്നെ ഫുഡ് കഴിച്ചു. മോനെ ഇത് കൊള്ളാലോ സെറ്റപ്പ്. നീ പറ്റിയതാ മെയിൻ ആളാട്ടാ. മെയിൻ നാടം പാട്ടൂടെ കിട്ടല് പാട്ട് പാടുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോ ഒന്നുമില്ല, കാണിച്ചുതരാം. പരിപാടിയാണ്. പാത്തോടെ ഇരിക്കി ചോദിക്കട്ടെ, എന്താണ് പാട്ട് പാടാനുള്ള കാരണം? ഞാനാണ് ഇന്നത്തെ സെലിബ്രിറ്റി. അതെ, ഇതൊന്നും ഇതെന്തായാലും ഇടുന്നുണ്ട്. അവിടെ പാത്തിന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ വിചാരിച്ചിട്ട് ഇത്ര അടിപൊളി. അതെ, കലാകാരിയാന്ന് ഞാൻ കരുതില്ല. വീട്ടിൽ കുറെ കഴുതരാകുമ്പോൾ പരിപാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ സാധനത്തിന്റെ പേര് മറന്നില്ല. കാവടിയാട്ടല്ല, എന്തൊരാട്ടം? കാവടിയല്ല, എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾ ആരെങ്കിലും കമന്റ് പറ. കൊള്ളാട്ടോ ഈ പരിപാടി. നമുക്ക് അതിൻ്റെ ഇടയിൽ പരിപാടികളൊക്കെ കിട്ടിയേക്കാം. അത് കാവടിയാട്ടല്ലേ പറയാ, എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ എല്ലാവരും നമ്മൾ നോക്കുന്നുണ്ട്. അതിൻ്റെ ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ശബ്ദവും ഈ ഒരു സാധനവും മാത്രമാണ്.